ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയം മുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലുള്ള എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഒരു ചെറിയ ചിന്തയാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കാതിരിക്കുകയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് മനുഷ്യൻ നിക്ഷേപം സ്വരൂപിക്കുവാൻ ഓടുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലുതാണ്. നമ്മുടെ നിക്ഷേപങ്ങൾ തുരുമ്പെടുക്കുന്ന ഈ ഭൂമിയിലല്ല നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. തുരുമ്പുകൾ കെടുക്കുകയുള്ള കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ നിക്ഷേപമുള്ളിടത്ത് നമ്മുടെ ഹൃദയവും ഇരിക്കും. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ വന്നോനേ, എൻ്റെ നിക്ഷേപം നീ തന്നെയാം, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാം. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ, എൻ്റെ നിക്ഷേപം നീ തന്നെയാം, എൻ്റെ സ്തുതിയും നീ തന്നെയാം. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ തകർന്നോനേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എങ്ങനെ നമ്മൾ നിക്ഷേപം സ്വരൂപിക്കുവാൻ പറ്റും? ഒരു ചെറിയ ചിന്തന മാത്രം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിക്ഷേപത്തെ എങ്ങനെ സ്വരൂപിക്കുവാൻ പറ്റും? നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ, നമ്മൾ ഒരു ബാങ്കിൽ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ ആ ബാങ്കിൽ ഒരുപാട് ഫോർമാലിറ്റികളുണ്ട്. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ബാങ്കിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഒരു മനുഷ്യന് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിലും അതിനും ദൈവ വ്യവസ്ഥയനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ചുമ്മാതെ സ്വർഗത്തിൽ ഒരാൾക്ക് നിക്ഷേപം സ്വരൂപിക്കുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദെമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്നും ഉപദേഷ്ടകനായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേ ആമേ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ?
രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേ ആമേ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഒന്ന്, നമ്മൾ രക്ഷിക്കപ്പെടണം. രണ്ട്, യേശുക്രിസ്തു മാതൃകയായി നമ്മളെ കാണിച്ചത് ജലത്താൽ മുങ്ങി സ്ഥാനമെടുക്കണം. നിക്കോദമസ് എന്നുള്ള മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ അതേ ചുളുവിലെ കാര്യം സാധിക്കാമെന്ന് ചുളുവിലെ കാര്യങ്ങളെ സാധിച്ച് കടന്നു പോകാമെന്ന് പറഞ്ഞ വ്യക്തി, എന്നാൽ യേശു പറയുന്ന വാക്കുകളെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ പ്രയാസപ്പെടാം. എന്നാൽ എൻ്റെ പ്രിയ സോദാവേ, എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ മാതാവേ, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാൻ എങ്ങനെ സാധിക്കും? സ്വർഗരാജ്യത്തിൽ കടന്നു പോകുവാൻ എങ്ങനെ സാധിക്കും? ഒരുവന് ഗൾഫിൽ കടന്നു പോകണമെങ്കിൽ പാസ്പോർട്ട് വേണം. എന്നാൽ സ്വർഗത്തിലും കടന്നു പോകണമെങ്കിൽ, നീ നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ ദൈവവ്യവസ്ഥയനുസരിച്ച് നീ രക്ഷിക്കപ്പെടണം. നീ യേശുക്രിസ്തു എങ്ങനെ സ്ഥാനപ്പെട്ടോ അതുപോലെ ജലത്തിൽ മുങ്ങി സ്ഥാനപ്പെടണം. ആമേ ആമേ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേ ആമേ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇത് യേശു ആ മനുഷ്യനോട്, മഹാപണ്ഡിതനോട് ഡയറക്റ്റായിട്ട് പറയുകയാണ്, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അതിന് യേശു, ആമേ ആമേ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതിയതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്നും വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവരെല്ലാവരും അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമോസ് അവൻ യേശുവിനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായി ഇരുന്നിട്ട് ഇത് അറിയുന്നില്ലയോ? ആമേ ആമേ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഭൂമിയിലുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായ, സ്വർഗത്തിൽ ഇരിക്കുന്നവനുമായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പളത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സഹോദരന്മാരെ, നിക്കോദമസ് എന്നുള്ള മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ ദൈവകർത്താവിൻ്റെ അടുത്ത് വന്ന് വളരെ ചുളിവിൽ കാര്യം സാധിക്കുവാൻ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തീർത്തും പറഞ്ഞു, നീ പുതിയതായി ജനിക്കണം. നീ പുതിയതായി ജനിച്ചെങ്കിൽ മാത്രമേ നിനക്ക് നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ പ്രിയ സഹോദര, നിക്ഷേപം ഈ ഭൂമിയിൽ എന്തെല്ലാം സ്വരൂപിച്ചാലും നിൻ്റെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കുവാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. ഈ പുഴുവും തുരുമ്പും കേടായി പോകുന്ന ഈ ഭൂമിയെ ഒരു തീകോളത്തിനായി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നീ നിക്ഷേപം സ്വരൂപിക്കുന്നത് അത് പാഴായി പോകും. എന്നാൽ നിൻ്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. എങ്ങനെ നിക്ഷേപം സ്വരൂപിക്കുവാൻ സാധിക്കും? ഒന്ന്, നീ രക്ഷിതാവായി സ്വീകരിക്കണം.
സുവിശേഷം അറിയണം. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് യേശു കർത്താവാണ്, മറ്റാരുമല്ല. സുവിശേഷ നായകൻ അത് യേശു കർത്താവാണ്. നീ യേശുവിനെ നിൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ച് യേശു പറഞ്ഞതുപോലെ സ്ഥാനപ്പെടുവാനും അഭിഷേകത്തിൽ നിറയുവാൻ സാധിക്കുന്നുവെങ്കിൽ നിനക്ക് നിക്ഷേപം സ്വരൂപിക്കുവാൻ പറ്റുന്ന ഒരു മകനായി, ഒരു വ്യക്തിയായി നിനക്ക് മാറുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായി, അനുസരിക്കുന്നവരായി മാറുവാൻ സാധിക്കണം. എൻ്റെ സഹോദര, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ റബോല ഹത്തുന ഷതുരി മഹേബു റകസിയ ലബുന ഷന്തുരിയ, അതേ പാതാള മണ്ഡലങ്ങളിൽ അതേ ജീവനുള്ള പുഴുക്കളുണ്ട്, അഗ്നിയുണ്ട്. അവിടെ കടന്ന് അയ്യോ എന്ന് നിലവിളിക്കുവാൻ നിനക്ക് അത് പിന്നെ ഒരവസരം കിട്ടത്തില്ല. ഇപ്പോൾ നിനക്ക് കിട്ടുന്ന അവസരമാണ്. യേശു നിന്നോട് പറയുകയാണ്, നീ ഒന്ന് മാനസാന്തരപ്പെടുവാൻ നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ, നീ ഒന്ന് മാനസാന്തരപ്പെടുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ റാസെ മാന്തോലോ റാകസിയ, ഞാൻ നിനക്ക് ചില പുതുവഴികളെ തുറക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മാവിൽ വിളിച്ചു പറയുന്നു. റബോ ഹസ്തു റേഖ നാഥോരിയ നന്ദി ഷാന്തോരി ഹസ്തിയ ലാബറ ഹംതുറിയ ഖമസിയ. എൻ്റെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ സഹോദര, നീ ഭാരത്തോടെ ഇരിക്കുന്നു, മുന്നോട്ട് കടന്നു പോകുവാൻ പറ്റുന്നില്ലതോ? എന്നാൽ വഴികളെ തുറക്കുവാൻ കഴിയുന്നവനായ ഒരു യേശു നിന്നെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പുതുവഴികളെ തുറക്കുന്നവനായ കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ലാംതെ ഷാബ റാഖോന ഹത്തിയ റിബന ഹത്തു നിഷിയ. നീ ജീവിതത്തിൽ നിനക്ക് നിക്ഷേപം സ്വരൂപിക്കണമെങ്കിൽ നീ കർത്താവ് പറഞ്ഞതുപോലെ നീ പുതിയതായി ജനിച്ച് പരിശുദ്ധാത്മാവിനാൽ തീയാൽ അഭിഷേകം നിറയണം. രബു ഷിഖാന ഹത്തിയ അന്തര ദുരാഹസ്തിയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിക മണ്ഡലങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. ഈ വചന വ്യക്തിമണ്ഡലങ്ങളിൽ ക്രിയ ചെയ്യട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ലോബോറി ഹസ്തിയ മൈ ഹാഷം നാദ റോബ ഹത്തിയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കുടുംബ മണ്ഡലങ്ങളുള്ള ചില പൈശാചിക മണ്ഡലങ്ങൾ, ചില പൈശാചിക ബദ്ധികൾ, ചില പാതാള ശക്തികൾ, ചില വിഗ്രഹ റൂബല ഹന്ദിന സിയാറബസിയ, ചില പാതാള ശക്തികൾ എല്ലാം ഉടഞ്ഞു മാറട്ടെ. അന്ധകാര മന്ദപാത ശക്തികൾ ഭവന മണ്ഡലങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ലാംത റേക ശാന്ത റോബ ഹസ്തിയ ആ സെഖിമിനി ഹത്തിയ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളെ അസമാധാനങ്ങളെ കൊണ്ടുവരുന്ന എല്ലാ പൈശാചിക ശക്തികളെ നസ്രനായ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ വ്യക്തിമണ്ഡലങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ റാം ഷെക്കോന ഹത്തിയ റവ് ഷൗഥ റാഖാസ്തിയ ലംതെ ഷെക്കോന ഹസ്തിയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മൾ നിക്ഷേപം സ്വരൂപിക്കുന്നവരായി, നിക്ഷേപം സ്വരൂപിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞു. ഒന്ന്, നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക്. രണ്ട്, പുതിയതായി ജനിക്കണം. മൂന്ന്, നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവനായി മാറണം. നാല്, നീ വിശുദ്ധിയോടെ ജീവിക്കണം. പുഴവും തുരുമ്പും കൊടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ഈ വചന മുഖാന്തരം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഈ പുതിയ യൂട്യൂബ് ചാനൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയും ഉണ്ടയ്ക്കണമെന്നുള്ള ഈ പുതിയ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളിയാകണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.